സിപിഎമ്മിൽ പ്രായപരിധിയിലെ ഇളവ് ഒരാൾക്ക് വേണ്ടി മാത്രമെന്നത് തെറ്റായ പ്രചരണമാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. കള്ള് ഗ്ലൂക്കോസിനേക്കാളും പവർഫുൾ ആണെന്നും ചെത്ത് കള്ള് ലിക്വർ ആയി ചിത്രീകരിക്കാൻ പാടില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കണ്ണൂർ കീച്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ.പി. സിപിഎമ്മിലെ പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് വ്യാഖ്യാനിക്കരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. പിണറായി വിജയനെ ചില രാഷ്ട്രീയ എതിരാളികൾ ഭയപ്പാടോടെയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായി അനാവശ്യമായ ചർച്ചകൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇ.പി. പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പാർട്ടി വളർന്നുവരാൻ ആവശ്യമായ നയങ്ങളും നിലപാടുകളും സ്വീകരിക്കും. ലോകത്തിലാകെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. എന്നാൽ ആ വളർച്ചയുടെ ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, സോഷ്യലിസ്റ്റ് ശക്തികൾക്ക് ചില തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട്. ആ തിരിച്ചടികളെ അതിജീവിക്കാൻ ഓരോ രാജ്യത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കേണ്ട നയങ്ങളും അടവുകളും ആവിഷ്കരിക്കും. താൻ പുസ്തകം എഴുതുന്നതല്ല പാർട്ടി സമ്മേളനത്തിലെ ചർച്ച. കുബുദ്ധികൾ ദുഷ്ടബുദ്ധിയോടെ ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് ആയുസ്സുണ്ടാകില്ലെന്നും ഇ.പി. പറഞ്ഞു. പ്രതിപക്ഷ നേതാവാകാൻ കൊള്ളില്ല എന്ന് വി.ഡി. സതീശൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സതീശന്റെ അഹംഭാവത്തിന് മരുന്നില്ല. ഇളനീരിനേക്കാൾ നല്ലതാണ് കള്ളെന്നും ഇ.പി. പറഞ്ഞു. കള്ളിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഇളങ്കള്ള്, ഇളനീരിനേക്കാളും ഔഷധവീര്യമുള്ളതാണ്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നത്, ഒരു വസ്തുവായിരുന്നത്. ആ കള്ള് അതുപോലെ എടുത്ത് നിങ്ങൾ കുടിച്ചാൽ അത് മദ്യമല്ല. ആ നീര് അതുപോലെ എടുത്ത് കുടിച്ചാൽ അത് മദ്യമല്ല. എന്നാൽ അത് ലിക്കറാക്കി തീർക്കരുത്. അതിൽ മറ്റ് വസ്തുക്കൾ ചേർത്ത് അതിനെ ലിക്കറാക്കരുത്. പണ്ട് കുട്ടികൾക്ക് പോലും കള്ള് കൊടുക്കാറുണ്ടെന്നും കള്ളിനെക്കുറിച്ചല്ല എം.വി. ഗോവിന്ദൻ പറഞ്ഞത് മദ്യത്തെക്കുറിച്ചാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.